Am I audible? And PO. And PO. എവിടെയായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആണോ ആൻപിയോ? ഇല്ല, കഴിഞ്ഞ ക്ലാസ് ആണോ? ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഇന്നലെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഉം. 8 ആണോ ജോയിൻ ചെയ്തത്? അല്ല, ആണോ? ഞാൻ കണ്ടില്ലല്ലോ. ആൻപിയോ എന്നാണോ പേര്? ആ Okay. Please switch on your cameras, everybody. Please switch on your cameras. ക്യാമറ ഓൺ ചെയ്ത് നല്ല സുന്ദരമായ മുഖങ്ങൾ എന്നെ കാണിച്ചാട്ടെ. So, welcome to 90 plus double power tuition, the world's first learning assurance model. It's me, Fiona. I will be the tutor for today's session. Today, we are discussing the chapter triangles and its day 2 workout section. That means, നമുക്ക് ഇന്ന് എന്താ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ ആദ്യം കുറച്ച് ടൈം തരും, നിങ്ങൾ അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യും. അതിനുശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്നലത്തെ കോൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ടോപ്പിക്സ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇത് നമ്മൾ ചെയ്ത ഇന്നലെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തായിരുന്നു ഇല്ലല്ലോ. സോ ദിസ് വിൽ ബി ദി ക്വസ്റ്റ്യൻ. ട്രൈ ആക്കി നോക്കിക്കോളൂ ഈ ക്വസ്റ്റ്യൻ. ട്രൈ ആക്കുക, ചാറ്റിൽ ആൻസർ ഇടുക. നമുക്ക് ഇന്നും സ്ട്രെങ്ത് കുറവാണ്. നമ്മൾ ഇന്ന് ലേറ്റ് ആയിട്ട് തുറക്കാൻ കാര്യം ക്ലാസ് സ്റ്റാർട്ടിങ് ടൈമിൽ വെറും 4 പേരെ ഉണ്ടായിരുന്നു. വളരെ സ്ട്രെങ്ത് കുറവാണ്. നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ കറക്റ്റ് ടൈമിന് വന്ന് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കേ ക്ലാസ് കാണത്തുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് ഒരു ബുക്കിൽ ഇത് എന്താ ഒരു സ്പൈറൽ ചെയ്ത് ഒരു ബുക്ക് പോലെ ആക്കുക, എന്നിട്ട് സോൾവ് ചെയ്ത് തുടങ്ങുക. അണ്ണവി ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡൗൺലോഡ് ചെയ്തായിരുന്നോ? റെഫറൻസ് ബുക്കും പിന്നെ തന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ മിസ്സുമാര് എന്താണ് തരാന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക്. PYQs PYQs എല്ലാം കളക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യുക, സോൾവ് ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ സ്വന്തമായിട്ട് കളക്ട് ചെയ്യുക കേട്ടോ. ഓൺലൈനിൽ ഗൂഗിൾ ചെയ്താൽ മാത്രം മതിയല്ലോ. ഓസ്വലിന് ഒരു ബുക്ക് ഉണ്ട്, PYQs ഒരു 10 ഇയറിൻ്റെത്. അതെടുക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ചെയ്യുക. പിന്നെ ഈ വേദാന്തു ഇതുപോലെയുള്ളതിൻ്റെ അകത്തൊക്കെ ഉണ്ട് 10 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എന്താ പറയൂ. ഹലോ, എന്താ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ആരും ആൻസേഴ്സ് ഇടാത്ത എന്താ? ആൻസേഴ്സ് കിട്ടുന്നില്ലേ? ശ്രേയസും അണ്ണവിയും മാത്രം ആൻസർ ഇട്ടിട്ടുള്ളൂ.
സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ആൻസർ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ആരാ പേരെന്താ? നൗറൻ. നോക്കി നോക്കിയ നൗറിൻ ഫാത്തിമ. നൗറിൻ ആൻസർ എനിക്ക് വന്നില്ല. നൗറിൻ ഫാത്തിമ നൗറൻ. ഓക്കെ ഓക്കെ, ഫാത്തിമ ആൻസർ വന്നിട്ട്. എന്റെ പേര് നൗറൻ. പക്ഷെ ഫസ്റ്റ് കിടക്കുന്ന സാധനമല്ലേ എനിക്ക് കാണാൻ പറ്റും ആദ്യം. എന്റെ കൂടെ പഠിക്കുമ്പോ ഒരു നൗറിൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് റെയർ നെയിം ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് നൗറിൻ, നിലവിലെ നൗറിൻ? എനിക്ക് സ്കൂളിൽ എനിക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ ഡി ആൻഡ് ഇ ആർ മിഡ് പോയിന്റ്സ് ഓഫ് എ ബി. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡിയും ഇയും. ഡിയും ഇയും. അപ്പൊ നമ്മുടെ എ ബി വരയ്ക്കാം. എ ബി സി. ഓക്കെ, മിഡ് പോയിന്റ് ഓഫ് എന്താ ഇതാണ്. അപ്പൊ നമ്മൾ എന്നിട്ട് വരയ്ക്കുക. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഡി ഈസ് പാരലൽ ടു സി. അങ്ങനെയാണെങ്കിൽ പാരലൽ ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. എ ഡി ബൈ ഡി ബി എന്ന് പറയുന്നത്, ബി സി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ ദ ലെങ്ത് ഓഫ് ഡി ഈസ്, മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ഈസ് പാരലൽ ടു ബി സി. അങ്ങനെയാണെങ്കിൽ ദെൻ വാട്ട്സ് ലെങ്ത് ഓഫ് ഡി ഇ? ഇതിന്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ലെങ്ത് വന്നിട്ട് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഹാഫ് ഇൻറ്റു നമ്മൾ ഹാഫ് ഇൻറ്റു 6 ബേസ്, ഹാഫ് ഇൻറ്റു 6 ആണ് ബി കിട്ടും. അപ്പൊ ഹാഫ് ഇൻറ്റു 6 എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, so it will be 3 centimeter. Next question, it's an assertion and reasoning question. D and E are the points of AB and AC respectively and triangle ABC such that AD എന്ന് പറയുന്നത് 5.7. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ തരാണെങ്കിൽ ഒന്ന് റഫ് ആയിട്ട് ആ ഫിഗർ ആ സൈഡിൽ വരയ്ക്കും. AD is equal to 5.7 centimeter, BD is equal to 9.5 centimeter, AE equal to 4.8 centimeter, EC equal to 8 centimeter. Then DE is not parallel to BC. DE is not parallel to BC. BCക്ക് പാരലൽ അല്ല DE. Then if the lines of any two sides of a triangle in the same ratio, then it is parallel to the third side. Assertionും റീസണും ട്രൂ ആണോ ഫോൾസ് ആണോ നമ്മൾ പറയണം. ഈ വളരെ ചീൾ ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ സിമ്പിൾ. ഇതാണല്ലേ നൗറിൻ. നൗറിൻ സാധാരണ മിണ്ടാതെ ഇരിക്കുന്ന കണക്കിരിക്കും. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുകയാണ് എപ്പോഴും. ഇങ്ങനെ ഇരിക്കും, ചിരിക്കത്തില്ല, ഒന്നും ചെയ്യത്തുമില്ല. അതെന്താ നൗറിൻ? ഞാൻ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയേ അല്ല. അല്ല അർണവി, പറഞ്ഞു കൊടുക്കും. ഏറ്റവും കൂടുതൽ എന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളത് അർണവി ആയിരിക്കും. അല്ല, അർണയ്ക്ക് പണ്ട് എപ്പോഴും ഇതിടുമ്പോ എന്തോന്നു എക്സാം സപ്പോർട്ട് ക്ലാസ് ഇടുമ്പോഴത്തേക്ക് അർണവിക്ക് ഞാനായിരിക്കും. ഓർമ്മയുണ്ടോ അർണവി? അങ്ങനെ ഞങ്ങൾ സ്ഥിരം കണ്ടിപ്പോ ഞങ്ങൾക്ക് അതൊരു വിഷയമല്ലാതെ. അർണവി ഒരു 100 പേരെ ഇടയ്ക്ക് 10ലും മിസ് എന്റെ 2ാമത്തെ തവണയാ വരുന്നത്. 10th 3ാം തവണയാണ്. എന്നെ പോളിനോമിയൽസിന് മിസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അർണവി വരുമ്പോ ടീച്ചർ എനിക്ക് അസൈൻ ചെയ്യുന്ന സാറാണല്ലോ, ആ സാറിന് ഈ ഈ കൊച്ചു ആ പ്യൂണിൽ തന്നെ കിടക്കട്ടെ. അർണവിക്ക് പിന്നെ കണ്ടിട്ട് ബോറടിച്ച് അർണവി നോക്കുമ്പോ ഇവരാണല്ലോ എപ്പോഴും, എനിക്ക് മതിയായി അല്ലേ? എന്നാലും ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഈ വർഷം എനിക്ക് തോന്നുന്നു ഇപ്പൊ അയാൾ ഒരു 5 ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 ക്ലാസ് ഞാനായിരിക്കും പഠിപ്പിച്ചത്. 3 ചാപ്റ്റർ അല്ലേ?
കഴിഞ്ഞ ഒരു വർഷം ഇതുപോലെയായിരുന്നു ഞാനും അർണവി. അർണവി എപ്പോഴൊക്കെ ക്ലാസ് എടുക്കുന്ന അപ്പോഴൊക്കെ ഞാനായിരിക്കും അർണവിക്ക്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് അർണവീനെ വിളിക്കുന്നത്. എനിക്ക് അർണവി നന്നായിട്ട് അറിയാം. 100 പേരുടെ ഇടയിലായിരുന്നു അർണവിയെ കറക്റ്റ് പിക്ക് ചെയ്യും. അത്രയ്ക്ക് അർണവി ഞാനും ക്ലാസ്സസ് ഉണ്ട്. ആത്മബന്ധമായി. പ്ലീസ് സ്വിച്ച് ഓൺ യുവർ ക്യാമറാസ്. അൻവിത, തപ്സി, ദിയ, വൈഭവ്, ഗൗതം, ജസ്റ്റിൻ, യോഹൻ, ദേവനന്ദൻ ആണോ? നന്ദയാണത്. പ്ലീസ് ക്യാമറാസ് ഓൺ ചെയ്തേ. ശ്രാവൺ, നിത. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ആരോടെങ്കിലും ചോദിക്കട്ടെ. ചൈതന്യ അതല്ലേ? ചൈതന്യ എന്നല്ലേ പേര്? യെസ് ചൈതന്യ, ക്യാൻ യു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? ഡി ഈസ് നോട്ട് പാരലൽ ടു ബി സി എന്ന്. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ ആണോ? വേറൊരാളത്തും കൂടെ ചോദിക്കാം. അർണവി, ഓപ്ഷൻ ഏത് വരും അർണവി? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ഡി ആണ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഡി വന്നതെന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഈസ് നോട്ട് പാരലൽ ടു ബി സി എന്ന് പറഞ്ഞിരിക്കുക. അത് കണ്ടാലേ അറിഞ്ഞൂടെ? പാരലൽ ആവണം തേർഡ് സൈഡോട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, പക്ഷെ തേർഡ് സൈഡ് നോട്ട് പാരലൽ. പിന്നെ അതെങ്ങനെ ഓപ്ഷൻ എ ആയ നിങ്ങൾക്ക്? അല്ലേ, പാരലൽ ആവണ്ടേ തേർഡ് സൈഡ്? പക്ഷെ നിങ്ങൾക്ക് എ ആയി. ഞാൻ അതുകൊണ്ട് ഒരാളുടെ ചോദിച്ചു, അടുത്ത ആളുടെ ഒന്നും അയാൾക്കും എ ആണ്. ഞാൻ ഈ ലൈൻ പറയുകയും ചെയ്തു നോട്ട് പാരലൽ. പക്ഷെ പാരലൽ ആവണം. ഇത് വരച്ചു നോക്കിയാലേ മനസ്സിലാവും. അത് പാരലൽ ആവണം. ആയിട്ടില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് ട്രയാങ്കിൾ ആവത്തില്ല. അപ്പൊ ഓപ്ഷൻ അങ്ങനെ അസർഷനും റീസണും ട്രൂ ആവുന്നത്. അസർഷൻ റീസണിലാണെങ്കിൽ തേർഡ് സൈഡ് പാരലൽ ആവണമെന്നല്ലേ? So they are not parallel, which is a false statement. So the true one. Next question. ABCD is a trapezoid in which AB is parallel to DC and its diagonals intersect at O. Then show that AO by BO is equal to CO by COD. DOC. DO. ഒന്ന് ഇതിന്റെ ഫിഗർ പറയൂ. കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ 9.5 അല്ലായിരുന്നോ? 9.5 ഇല്ലായിരുന്നോ? അപ്പം 9.5 3 ഡിവിസിബിൾ അല്ലല്ലോ. അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. 57ഉം 95ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇല്ലല്ലോ. നോക്കട്ടെ. പറ്റുമല്ലോ. 57ഉം 3 57 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 90. 5.5 95 3 കൊണ്ട് ഡിവിസിബിൾ അല്ലെന്ന് ഞാൻ പറഞ്ഞു. 95ഓ? 95 ആണല്ലോ ഡിവിസിബിൾ അല്ല എന്ന് പറഞ്ഞത്. ഡിവിസിബിൾ അല്ല. 95 ഡിവിസിബിൾ അല്ല. അപ്പൊ എങ്ങനെ അത് പെർഫെക്റ്റ്? അപ്പൊ 57 3യുടെ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് വരത്തില്ലല്ലോ. നോക്കട്ടെ. 9.5 അങ്ങനെയാണെങ്കിൽ ഫോൾസ് അല്ലേ വരിക? അപ്പൊ അതൊന്നും ഇക്വേഷനായിട്ട് ബന്ധമില്ലല്ലോ. അല്ല, അപ്പൊ റേഷ്യോ സെയിം ആവത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോ അത് കറക്റ്റ് അല്ല. റേഷ്യോസ് അപ്പൊ സെയിം അല്ലല്ലോ. ഇപ്പം 0.6 വരത്തില്ലല്ലോ അത് സെയിം ആയിട്ട് ഡിവൈഡ് ആയില്ലെങ്കിൽ. PD is equal to 4A equal to ഓക്കെ. അപ്പൊ അങ്ങനെ ഓക്കെ, ഫൈൻ. 57 ഡിവൈഡ് ബൈ 90 9.5 വരത്തില്ല. ശരിയാണ്. സോ അങ്ങനെയാണെങ്കിൽ റേഷ്യോസ് അത് കോൺവേഴ്സ് വെച്ചിട്ട് ഓക്കെ, ഫൈൻ. Okay, that's correct. So option A will be the answer. So now try this question.
ഫിഗർ വരച്ച് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ. Ma'am, which rule we have to use? A ruler, Yeah. angles. Okay, Yes. ma'am. Okay. കണ്ടുപിടിച്ചോ എല്ലാവരും ആൻസേഴ്സ്? ABC ആണെന്ന് എടുക്കത്തില്ല. AO ഒരു Oയൊക്കെ ഉള്ളതല്ലേ, അപ്പൊ നോക്ക് അങ്ങനെ കൺസിഡർ ചെയ്യും. ഫിഗർ ഞാൻ പറയാം.
കൺസിഡർ ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങളിനി ബാക്കി ചെയ്താൽ ABCD എന്ന് പറഞ്ഞിട്ട് ഒരു പാരലോഗ് ഒരു ട്രപ്പീസിയം ഉണ്ട്. ABCD എന്നിട്ട് അതിന് 2 ഡയഗണൽസ് ഉണ്ട്. ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് O. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നിങ്ങൾ ചെയ്യണം. Ma'am, done. Okay. So first consider ചെയ്യേണ്ടത് that also consider triangle AOB and triangle COD. That means these two triangles you are going to consider it. It is already parallel lines ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. parallel lines ആയത് ഇത് നമുക്ക് ഈ 2 angles equal ആണ്. Angle DOC is equal to angle AOB intersecting. ഈ angles equal ആണ്. Because എന്താ if two lines intersect then the corresponding angles are equal. That's the reason. പിന്നെ parallel lines ആയതുകൊണ്ട് these two angles നമ്മളുടെ നേരത്തെ പഠിച്ച് ഞാൻ പറഞ്ഞു parallel lines ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാരണം കൊണ്ട് ആംഗിൾ CDO is equal to എന്താ ആംഗിൾ CDO is equal to ആംഗിൾ CBA അല്ല OBA. alternate angles on reason alternate interior angles. നമുക്ക് 2 angles ഓൾറെഡി കിട്ടി. വേണ്ട ഈ ആംഗിളും കൂടെ കണ്ടുപിടിക്കാം. ആംഗിൾ DCO is equal to ആംഗിൾ OAB. സെയിം കാര്യം തന്നെ എന്താ alternate interior angle. ഓക്കെ 2 പാരലൽ ലൈൻസ് നമ്പേഴ്സ് കൊടുക്കുക, എക്സ്റ്റെൻഡ് ചെയ്ത് നമ്പേഴ്സ് കൊടുക്കുമ്പോൾ അവർ ആംഗിളിൻ്റെ മെഷർമെൻറ്റ്സ് ചെയ്യും. ബൈ എ തിറം ബൈ എ സിമിലാരിറ്റി നമുക്ക് എന്ത് പറയാം 2 ആംഗിൾ ആണ്, പക്ഷെ നമ്മൾ 3 എണ്ണം കണ്ടുപിടിച്ചു. By A similarity, we can say that triangle AOB is congruent to triangle COP എന്ന് പറയുന്നത്. ഇവ രണ്ടും കോൺഗ്രന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം AO by CO ഇത് കോൺഗ്രന്റ് അല്ല സിമിലർ ആണ്, സോറി സിമിലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം AO by B CO is equal to എന്താ സോറി Therefore, we can say that AO by CO is equal to BO by DO. ഇതൊന്ന് നമ്മൾ തിരിച്ച് ചേഞ്ച് ചെയ്യാം. രണ്ടൊന്ന് ഇന്റർചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് AO by BO is equal to CO by DO. That's it. കൺസ്ട്രക്ഷൻ ഇല്ലേന്ന് ഈ ചാപ്റ്ററിലാണോ കൺസ്ട്രക്ഷൻ ഇല്ല എന്നാണോ ക്വസ്റ്റ്യൻ ചോദിച്ചത് ശ്രേയസ്? ഈ ചാപ്റ്ററിൽ കൺസ്ട്രക്ഷൻസ് ഒന്നുമില്ല, നിങ്ങളൊന്നും കൺസ്ട്രക്ട് ചെയ്യണ്ട. കൺസ്ട്രക്ഷൻസ് ഇല്ല, നിങ്ങൾ തന്നെ വരച്ച് ചെയ്യണം. ഇതുപോലെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. PYQസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയെടുക്കുക, വീട്ടിൽ പോയി ചെയ്ത് പഠിക്കുക. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ അന്ന് ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഏകദേശം. ട്രൈ ദിസ് ക്വസ്റ്റ്യൻ. ഒന്ന് 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട്.
ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതി കേട്ടോ മുഹമ്മദ്. ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതി. ഹൗ മാം യു ഡു. ചൈതന്യ ചോദിച്ചു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒരു മിനിറ്റ്, എല്ലാവരും ചൈതന്യ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് ചോദിച്ചായിരുന്നു. ചൈതന്യ, ഇവർ രണ്ടും സിമിലർ ആണ്. ഓക്കെ ചൈതന്യ, ഇവർ സിമിലർ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലേ ഈക്വൽ. സോ ഇതിന്റെ കറസ്പോണ്ടിങ് സൈഡായ CO. അപ്പൊ ഈ ആംഗിൾ ഇതിന് ഇത് എക്സ് ആണ്, ഇതാണ് അടുത്തതിന്റെ ഒപ്പം. ഈസ് കറസ്പോണ്ടിങ് ടു AO ആണ്. ഓക്കെ, അതേപോലെ ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് BO. ഇതിന് കറസ്പോണ്ട് ഈ ആംഗിളിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് DO. ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരുന്നത്, ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം BPLT ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ നമ്മുടേത് ചോദിച്ചിരിക്കുന്നത് AO ബൈ BO ഇസികൾ CO ബൈ DO എന്ന്. ഞാൻ ഈ ഈക്വലിറ്റിന്റെ അപ്പുറത്തുള്ള ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ചേഞ്ച് ചെയ്തു, അത്രയേ ഉള്ളൂ. മനസ്സിലായി? DO ഞാൻ നേരത്തെ തിരിഞ്ഞു പോയി, DO ബൈ BO ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇത് രണ്ടും ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്ത് COയും BOനെയും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് എന്ത് ചെയ്ത് AO ബൈ BO എന്നും ഇവിടെ CO ബൈ DO എന്നും ആക്കിയത്. മനസ്സിലായോ ചൈതന്യ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അത്രയേ ഉള്ളൂ. അവിടെ ചോദിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനൊരു ചേഞ്ച് വരുത്തി. സിമിലർലി ഇവിടെ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തി വേണം ചെയ്യാൻ. യെസ്. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ട്രാവൽ ചെയ്തോണ്ടിരിക്കുക, അപ്പൊ ഞാൻ ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ എഴുതുവാണ്. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്ന് തന്നിട്ടുണ്ട്. അതായത് ആംഗിൾ PQS ഇസ് ഈക്വൽ ടു ആംഗിൾ എന്താ ഇസ് ഈക്വൽ ടു ആംഗിൾ QRT എന്ന് ഞാൻ എഴുതി. ഗീവൺ ആണ് റീസൺ. അതുപോലെ ഓൾസോ ഗീവൺ ആണ് എന്ത്, QR ബൈ QS എന്ന് പറയുന്നത് QT ബൈ PR ആണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസ് വന്നിട്ട് ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോണ ട്രയാങ്കിൾസ് വന്നിട്ട് ട്രയാങ്കിൾ PQS, ഈ കുഞ്ഞു ട്രയാങ്കിൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് സിമിലർ ആണെന്നാണ് പ്രൂവ് ചെയ്യണത്. അപ്പം ഞാൻ PQS ആൻഡ് ട്രയാങ്കിൾ TQR, ഇത് രണ്ട് ട്രയാങ്കിൾസ് ആണ് എനിക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. സോ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. QR ബൈ QT ഇത് ഇങ്ങനെയാണെന്ന്, ഇത് ഗീവൺ ആണ്. ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു. QR ബൈ QT എന്ന് പറയുന്നത് QS ബൈ PR ആണ്. ഓക്കെ, അങ്ങനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു. അപ്പൊ അതായത് രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തല്ലേ, ഇവിടത്തെ ഈ QR എന്ന് പറയുന്നത്, ഈ വലിയ QR എന്ന് പറയുന്നത് ഈ QTക്കും അടുത്ത് ഇത് വന്നിട്ട് നമ്മുടെ എന്താ QS ബൈ QRനും ഈക്വൽ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, therefore ഈ രണ്ട് ആംഗിള് QR ബൈ QT റീറൈറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും
പ്രൊപ്പോർഷണൽ അങ്ങനെ ദെയർഫോർ ബൈ എസ് എ എസ് വെച്ച് രണ്ട് സൈഡ് കറസ്പോണ്ടിങ് ആംഗിൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ബൈ എസ് എ എസ് സിമിലാരിറ്റി നമുക്ക് പറയാം ട്രയാങ്കിൾ പി ക്യു എസ് ഈസ് സിമിലർ ടു ട്രയാങ്കിൾ ടി ക്യു ആർ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ. മിസ് അത് രണ്ടും പ്രൊപ്പോർഷണൽ ആണെന്ന് കാണിച്ചാൽ മാത്രം മതിയോ? മതി. പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതുകൊണ്ട് ഒരു ആംഗിളും തന്നിട്ടുണ്ട്. ഇപ്പൊ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഇവർ രണ്ടുപേരും പ്രൊപ്പോർഷണാലിറ്റിയിലാണ്. എസ് എ എസ് രണ്ട് എസ്സുകളുണ്ട്, സൈഡുകളുണ്ട്, ഒരു ആംഗിൾ ഉണ്ട്. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി ആൾജിബ്ര വെച്ചിട്ട് നമുക്ക് പറയാം ദേ ആർ കോൺഗ്രന്റ്. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ. The perimeter of an isosceles triangle is 32. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഇതാ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഇപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. രണ്ട് ട്രയാങ്കിൾ ആണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. അപ്പൊ അതിന് മുമ്പ് തന്നിട്ടുള്ള ഗീവൺ കാര്യങ്ങൾ ചെയ്താം. ഹിയർ ഗീവൺ ആംഗിൾ 1 ഗീവൺ എന്താ? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. അതിന്റെ അർത്ഥം ആംഗിൾ പി ക്യു എസ് ഇസ് ഈക്വൽ ടു ആംഗിൾ എന്താ ടി ആർ ക്യൂ ബിക്കോസ് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണെന്ന് തന്നിട്ടുള്ളത്. ഗീവൺ ആണ് ബേസ്. ഇതിന്റെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ക്യു ആർ ബൈ ക്യു എസ് എന്ന് പറയുന്നത് ക്യു ടി ബൈ പി ആറിന് ഈക്വൽ ആണ്. ഓക്കെ, ഇത് നമ്മളൊന്ന് റീഅറേഞ്ച് എന്ന് പറയുന്നത് ക്യു ആർ ബൈ ക്യു എസ് ഈ സൈഡ് ക്യു ആർ ബൈ ക്യു എസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്യു ടി ബൈ പി ആറിന് ഈക്വൽ. ഇതൊന്ന് ഞാൻ തിരിച്ചെഴുതി. ഇവിടുത്തെ ഈ രണ്ട് വാല്യൂസ് മാത്രം ചേഞ്ച് വരുത്തി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചേഞ്ച് വരാൻ പറഞ്ഞു. ഈ രണ്ട് വാല്യൂസും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ക്യു ആർ ബൈ ക്യു ടി എന്നുള്ളത് ക്യു ആർ ബൈ ക്യു ടി എന്ന് പറയുന്നത് വലിയ ട്രയാങ്കിൾ ക്യു ടി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? ക്യു എസ് ബൈ പി ആറിന് പ്രൊപ്പോർഷണൽ. അങ്ങനെയാണ് രണ്ട് ആംഗിൾ ഉണ്ട്, രണ്ട് സൈഡ്സ് ഇത് രണ്ട് ഈക്വൽ ആണെന്നുള്ള കാര്യം. ദെയർഫോർ നമ്മൾ കൺസിഡർ ദെയർഫോർ ട്രയാങ്കിൾ എന്താ? ട്രയാങ്കിൾ പി ക്യു എസ് എന്നിട്ട് സിമിലർ ടു ട്രയാങ്കിൾ ടി ക്യു ആർ ആണെന്ന് പറയാം. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. The perimeter of the isosceles triangle is 32. If equal sides is 56 of the base, 5/6 of the base, find the area of the triangle. ഇതാണ് ട്രയാങ്കിൾ. ടോട്ടൽ പെരിമീറ്റർ 32 ആണ്. ഈക്വൽ സൈഡ്സ് എന്ന് പറയുന്നത് ബേസിന്റെ 5/6 ആണ്. സോ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം? അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്താണ്? ഇത് ഒരു ട്രയാങ്കിൾ, ഇതൊരു പി വൈ ക്യു ആണ്. പക്ഷെ ട്രയാങ്കിൾ ചാപ്റ്ററോട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കണക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇതൊരു പി വൈ ക്യു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൊടുത്തേക്കുന്നത്. നമുക്കിവിടെ ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എ ബി സി എന്നൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇത് ബേസ് ആണ്. ബേസ് എന്ന് പറയുന്നത് നമുക്ക് എ ആയിട്ട് എടുക്കാം. അതായത് ബി സി ഈക്വൽ ടു എ. പിന്നെ ഇവിടെ എന്ത് പറഞ്ഞു? ഈക്വൽ സൈഡ്സ്. ഈ രണ്ട് സൈഡ്സ് ആണ് നമ്മുടെ ഈക്വൽ സൈഡ്സ്. ഇവർ രണ്ടൊരു 5/6 ഓഫ് ദി ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ എ. ഇപ്പൊ എ ബി എന്ന് പറഞ്ഞാലും 5/6 ഓഫ് ബേസ് എ. ഇവിടെ ബി സി എന്ന് പറഞ്ഞാലും 5/6 ഓഫ് എ ആണ്. ഇനി ബാക്കി ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് ഏരിയ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഹെറോൺസ് ഫോർമുല പഠിപ്പിച്ചായിരുന്നോ? 9th ഉണ്ടായിരുന്ന ടോപ്പിക്കാണോ ഹെറോൺസ് ഫോർമുല? അപ്പൊ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് ഫൈൻഡ് ചെയ്യാം. 3 സൈഡ്സ് കണ്ടുപിടിച്ച. യെസ്,
സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 32. അതായത് ഇതെല്ലാം 3 സൈഡ്സ് ആഡ് ചെയ്താണ് എഴുതുന്നത്. അപ്പൊ എ പ്ലസ് 5നും എക്കും കൂടെ കോമൺ, അപ്പൊ ഇങ്ങനെ 5a/6 എന്ന് എഴുതാം, പ്ലസ് 5a/6 ഈക്വൽ ടു 32. ത്രൂ ഔട്ട് ഇത് ഇക്വേഷൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 6a, ഇവിടുത്തെ 6 ഇൻറ്റു 5a 6 ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും 5a എന്ന് മാത്രം വരും. ഇവിടെയും 5a എന്ന് വരും. 6 ഇൻറ്റു 32 എന്ന് വരും. സോ ഇത് വന്നിട്ട് 16a, 6 ഇൻറ്റു 32 എന്ന് പറഞ്ഞാൽ 6, 180 പ്ലസ് 192 എന്ന് വരും. a ഈക്വൽ ടു 192 ഡിവൈഡഡ് ബൈ 16 എന്ന് എടുക്കുക. What is 192 divided by 16? 192 divided by 16. 12 എന്ന് വരും. a ഈക്വൽ ടു 12. സോ ബേസ് എന്ന് പറയുന്നത് 12 എന്ന് കിട്ടി. ബേസ് ഈക്വൽ ടു 12. എ ബി ആൻഡ് ബി സി ഈക്വൽ ആണ്. രണ്ടും 5/6 ഇൻറ്റു 12. 2 ടൈംസ് 10 ഈച്ച്. രണ്ടും 10 ആണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് ആൻസർ ചെയ്ത് പറയാം. ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. എസ് എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്നും, ഫോർമുല അറിയാലോ, എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഹാഫ് ഇൻറ്റു ബി എച്ച് എടുക്കാമോ? അതെടുക്കാം, അതായാലും മതി. ഹാഫ് ഇൻറ്റു ബി എച്ച് എടുക്കാം, ഹെറോൺസ് ഫോർമുല എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ എച്ച് എന്തായിട്ട് എടുക്കും? അത് നിങ്ങളാണ് എടുക്കുന്നത്. ഹൈറ്റ് എന്തായിട്ട് എടുക്കും? അത് പൈതഗോറസ് തിയറം വെച്ച് പിന്നെ ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് എടുക്കണം. മിഡ് പോയിന്റിൽ കൂടെ ഒരു ലൈൻ സെഗ്മെന്റ് വന്നു, എന്നിട്ട് അതായത് ഇത് 6 ആയിട്ട് എടുത്തു, അങ്ങനെ എടുക്കും. മനസ്സിലായോ? അതേ ഇരട്ടിപ്പണി ആയതുകൊണ്ട് ഞാനാണെങ്കിൽ എടുക്കൂല, ഞാൻ ഹെറോൺസ് ഫോർമുല വെച്ച് അങ്ങ് സോൾവ് ചെയ്ത് പോകും. ഇങ്ങനെ എടുത്ത് അതും ചെയ്യാം, രണ്ടും ടൈം എടുക്കൂല. ഇത് 6 ആക്കി എടുക്കും. എന്നിട്ട് ഇത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഹൈറ്റ് എത്രയാണെന്ന് നോക്കും. 100 മൈനസ് 36, ഇത് 8 എന്ന് വരും. പൈതഗോറസ് തിയറം വെച്ചിട്ട് ബൈ പൈതഗോറസ് തിയറം എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ ആണ് നമ്മുടെ ഇതിന് എം എന്ന് വല്ലതും കൊടുക്കാം. എ എം എന്ന് പറയുന്നത്, എ എം സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയർ, അല്ലെങ്കിൽ എ എം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ ബി സ്ക്വയർ മൈനസ് എം ബി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 36, ദാറ്റ് ഈസ് 6 റൂട്ട് ഓഫ് 64, 8 എന്ന് വരും. ഹൈറ്റ് ആണെന്ന് എങ്ങനെ കിട്ടിയേ? അതല്ലേ പൈതഗോറസ് തിയറം ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. നോക്കിക്കോ എങ്ങനെയാ കിട്ടിയെന്ന് ചോദിച്ചവര് ശ്രദ്ധയ്ക്ക് ചോദിച്ചോളൂ. എന്താ നോക്കിക്കോ, നമ്മൾ ബൈ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞ് എഴുതും. എവിടെയായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ? ബൈ പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് ദാ ഇത് എ ബി, ഇത് ബേസ്, ഇത് പകുതി മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഇത് 6, ഇത് 6, രണ്ട് ഈക്വൽ 6s ആയി. ഞാൻ അതിന് പേര് കൊടുത്തു. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാണ് ട്രയാങ്കിൾ എ എം ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ. ഇതിൽ നമ്മുടെ ഇത് ഓപ്പോസിറ്റ് സൈഡായ എ എം കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് ആയ എ ബി സ്ക്വയർ മൈനസ് ബി എം സ്ക്വയർ. എ ബി എന്ന് പറഞ്ഞാൽ 100, 10ന്റെ സ്ക്വയർ മൈനസ് 6ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 100 മൈനസ് 36, ദാറ്റ് ഈസ് 64, 8. അങ്ങനെയാണ് 8 കിട്ടിയത്. ഡൗട്ട് ക്ലിയർ ആയാ? ഇനി ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു ബി എച്ച് കണ്ടുപിടിച്ചാൽ, ബേസ് എന്ന് പറയുന്നത് 12 ഇൻറ്റു 8, അതിൻ്റെ ഹാഫ്. അപ്പം 6 8s are 48 സെന്റിമീറ്റർ. തീർന്നു. ഇങ്ങനെയും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഹെറോൺസ് ഫോർമുലയിലും ഇടാം. രണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ്. രണ്ടിട്ടാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ആയോ എങ്ങനെയാണ് ഹൈറ്റ് വന്നേന്ന്? ക്ലിയർ ആയി. ശരി. ആൻസർ മറ്റേ ഇത് കണ്ടുപിടിച്ചായിരുന്നു, മറ്റേ ഇതിന്റെ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത്. എന്താ ആൻസർ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് 8 റൂട്ട് എന്നൊക്കെയാ വന്നത്. ആണോ? നോക്കട്ടെ. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിക്കും. ഞാൻ അങ്ങനെ കണ്ടുപിടിക്കാം. എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു
60. നിൽക്ക് സൈഡ്സ് എന്തൊക്കെയായിരുന്നു 10 and 12, right? കിട്ടിയത് അയാൾ ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പം എസ് എന്ന് പറയുന്നത് എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 10, സി ഈക്വൽ ടു 12 എന്ന് എടുത്തു. എസ് എന്ന് പറയുന്നത് 10 പ്ലസ് 10 പ്ലസ് 12 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 32/2 16. ഇനി നമ്മൾ ഹെറോൺസ് ഫോർമുല എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ, ഞാൻ ട്രയാങ്കിൾ എ എന്ന് മാത്രം എഴുതുന്നു. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ദാറ്റ് ഈസ് എസ് എന്ന് പറയുന്നത് 16 ഇൻറ്റു 16 minus 10 into 16 minus 10 into 16 minus 12. That is equal to 16 into 6 into 6 into 4. ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴത്തേക്കും 2304. ഇതിന്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോഴത്തേക്കും 48. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 16ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, 6 ഇൻറ്റു 6ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, 4ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഓരോന്ന് ഇതാക്കി. ഇതിൻ്റെത് 4, ഇത് 6 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ 6 ഇൻറ്റു 2, 6 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 24, 24 ഇൻറ്റു 2 8. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇത് കണ്ടുപിടിക്കാറില്ല. ഞാൻ ഇതിനെ തന്നെ ഷോർട്ടാക്കാൻ നോക്കും. സ്മോൾ ചങ്ക് ആക്കിയിട്ട് സ്ക്വയർ റൂട്ട് എടുത്തിട്ടാണ് ചെയ്യാറ്. ഞാൻ അങ്ങനെ ചെയ്യാറ്. 2 ചെയ്താലും 48 ആണ് കിട്ടുന്നത്. 2 ഫോർമുലയും യൂസ് ചെയ്യാം. മാം, 16ഉം 6ഉം ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും ചെയ്തൂടെ? സ്പ്ലിറ്റ് ചെയ്താണല്ലോ ഞാൻ ഇവിടെ ചെയ്തത്. 2 into 2 into 2 into 2 into 2. 2 into 2 അങ്ങനെ ചെയ്താലും ഇങ്ങനെ തന്നെ ആൻസർ കിട്ടത്തുള്ളൂ. ചെയ്തതിന്റെ മിസ്റ്റേക്കാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 യൂസ് ചെയ്യാം. ഞാൻ ഹെറോൺസ് ഫോർമുലയിൽ ഇങ്ങനെ റൂട്ട് എടുത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. എനിക്ക് ഹെറോൺസ് ഫോർമുല ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഏതാണ് ഈസി അത് യൂസ് ചെയ്യാം. മാത്സ് അതാണ് ഒരു പ്രത്യേകത. ഏത് ഫോർമുല എന്ത് വേണമെങ്കിലും അറിയാമെന്ന് വെച്ചാൽ എങ്ങനെ വേണം കണ്ടുപിടിക്കും.
നിങ്ങൾ തനിയെ ചെയ്യുകയാണോ? ഓ, അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്ത് എനിക്കൊരാൾ ആൻസർ ഒക്കെ അയച്ചു കേട്ടോ. LMS book. Yes, it is correct, Sanika. So let me explain this question. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ LM ഈസ് പാരലൽ ടു CB എന്ന് തന്നിട്ടുണ്ട് ഗീവൺ. ഇവ രണ്ടുപേരും പാരലൽ ആണെങ്കിൽ നമ്മുടെ ബേസ് കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണൽ തിയറി വെച്ചിട്ട് AM/AB, സിൻസ് നമുക്ക് അതൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്, AM/AB ഈസ് ഈക്വൽ ടു AL/AC 1 എന്ന് കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണ് എന്തൊക്കെ അടുത്ത് തന്നിരിക്കുന്നത് LN ഈസ് പാരലൽ ടു, ഇവിടെ CB ആയിരുന്നു, LN ഈസ് പാരലൽ ടു CD. ഇവ രണ്ടൊരു പാരലലാണ്. സെയിം നമ്മുടെ നേരത്തെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം വെച്ചിട്ട് തന്നെ പറയാം. എന്താ AN/AD ഈസ് ഈക്വൽ ടു AL/AC. ഇക്വേഷൻ 2 രണ്ടിന്റെ RHS സൈഡ് നോക്കിക്കേ സെയിം ആണ്. ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് പറയാം. നിങ്ങൾ ഇതിന് മുമ്പിൽ ഇറ്റ് ഈസ് ഗീവൺ കുറച്ച് കഥയൊക്കെ എഴുതേണ്ടൊക്കെ എഴുതിക്കോളൂ. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു AM/AB ഈസ് ഈക്വൽ ടു AN/AD. തീർന്നു. ഹെൻസ് ഇറ്റ് ഈസ് പ്രൂവ്ഡ്. പ്രൂവ്ഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഈ മണിക്കൂറോളം ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇത് എഴുതിയെടുക്കുക, പടം കറക്റ്റായിട്ട് വരയ്ക്കുക. ഒരു PYQ ആണ്.
Okay, now let me explain this question. Consider triangle PQ. ഈ ട്രയാങ്കിൾ ആയിട്ട് എടുക്കാം PQO PQO എന്ന് കൺസിഡർ ചെയ്തു. ആൻഡ് ഓൾസോ ഗീവൺ ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ഈ വലിയ ട്രയാങ്കിൾ. ആൻഡ് ഓൾസോ ഗീവൺ D is parallel to D, ഇതാണ് D is parallel to OQ വന്നു ബൈ PPTT. ബൈ PPT നമുക്ക് എന്ത് പറയാം? P ബൈ EQ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്ന്? PD ബൈ ODക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന്, DOക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. സിമിലർലി നെക്സ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ് ഈ ട്രയാങ്കിൾ POR. ഓൾറെഡി ഗീവൻ ആണ് DF is parallel to OR. അങ്ങനെയാണെങ്കിൽ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ത് പറയാണ്? എന്താ PD ഓക്കെ PF ബൈ FR എന്ന് പറയുന്നത് PF ബൈ FR is equal to PD by DO. Second, from equation 1 and 2, LHS രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണ് നമുക്ക് എന്താ പറയാം? P by EQ is equal to PF by FR. അതായത് ഇതും ഈ സൈഡും ആയിട്ട് ഈക്വൽ ആണ്. Therefore നമുക്ക് എന്താ പറയാം? By the converse of basic proportionality theory. ഈ വലിയ ട്രയാങ്കിൾ കാര്യമാണ് പറയുന്നത്. By converse of basic proportionality by converse of BPT. ഇവ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? EF is parallel to എന്താ QR ആണെന്ന്. ബൈ ബേസിക്. അതുകൊണ്ട് നമ്മൾ ട്രയാങ്കിൾ സിമിലേഴ്സ് ആയതുകൊണ്ട് ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതും നമ്മൾ എന്ത് വലിയ ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ PRQ. അത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ EF പാരലൽ ടു QR ആണെന്ന് പറഞ്ഞത്. ഇവിടെ PF ബൈ FR എങ്ങനെ? PF ബൈ PR അല്ലേ വരുള്ളൂ? PN ബൈയോ? PN ഇല്ലല്ലോ. അല്ല, PF ബൈ FR അല്ലല്ലോ, PF ബൈ PR അല്ലേ വരുള്ളൂ? രണ്ടും എടുക്കാം. FR എടുക്കാം, ഇത് രണ്ടുമായിട്ട് എടുക്കാം, ഫുള്ളുമായിട്ടും എടുക്കാം. മനസ്സിലായി? PN ഇല്ല, മനസ്സിലായി? P ബൈ EQ എന്ന് എടുക്കാം, അല്ലെങ്കിൽ P ബൈ എന്തുവാ ഫുൾ ആയിട്ടുള്ള PQ എന്നും എടുക്കാം. കേട്ടോ? രണ്ടും പോസിബിൾ. ഒരു ഡൗട്ട് കൂടി ഉണ്ട്, ഞാൻ ചോദിക്കട്ടെ. ഈ BPT വെച്ചിട്ട് ഈ ബൈ BPT എന്ന് മിസ് ചെയ്തില്ലേ? ബൈ BPT PE ബൈ EQ ഈക്വൽ ടു PD ബൈ DO എന്നാണ്. ഇത് BPT എന്ന് എങ്ങനെയാണ്? കാരണം സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നതൊന്നും പറയണില്ലല്ലോ. ഇവർ രണ്ടും ഏകദേശം സെയിം റേഷ്യോയിലായിരിക്കും. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള റേഷ്യം സെയിം ആയിരിക്കും. മനസ്സിലായോ? കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ തരുവാണെങ്കിൽ നമുക്ക് ഇപ്പം റേഷ്യോ സെയിം അല്ലാന്ന് തരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്ത് എടുത്തൂടെ? എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് PYQ ആണ്, 2024 ക്വസ്റ്റ്യൻ ആണ്.
Ma'am, Yes. AB is equal to BC prove ചെയ്യാൻ CPST അല്ലേ എടുക്കുന്നത്? ഓക്കെ. സിമിലർ ആണോന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ABD പാരലൽ ടു, അതിനും നമ്മൾ എന്ത് യൂസ് ചെയ്യും? മാം SAS യൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാമോ? SAS. മാം A അല്ലേ? അല്ല A ഇല്ലേ വരൂ? AC ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്തില്ലേ? അങ്ങനെയൊക്കെ ചെയ്യണോ? വേണ്ടല്ലോ, SAS മതി, A മതി. രണ്ട് ആംഗിൾ കണ്ടുപിടിച്ചാ പോരെ? അതായിരിക്കും ശരീരത്തിന് നല്ലത്. കൺസിഡർ ചെയ്യുക ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ CBD എന്ന് കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന്. ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ D ആണെന്ന് ഗീവൺ ആണ്. അവിടെ നിന്ന് ബൈസെക്ട് ചെയ്യാൻ, ബൈസെക്ട് എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിനെ നേർ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് X ഡിഗ്രി ആണെങ്കിൽ ഇതും X ഡിഗ്രി ആണ്. ഇവിടെ ഇത് Y ഡിഗ്രി ആണെങ്കിൽ ഇതും Y ഡിഗ്രി ആണ്. മനസ്സിലായോ? അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവർ നേരെ പകുതിയായിട്ട്, പകുതി രണ്ട് XX ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യും. ഇവർ രണ്ടും ഈക്വൽ ആണ്, അങ്ങനെ രണ്ട് XX ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ABD is equal to angle CBD എന്ന് പറയാം. Because BD bisect angle B. BD bisect angle B. Similarly തന്നെ നമുക്ക് പറയാം angle ADB is equal to angle CDB. സെയിം കാര്യം തന്നെയാണ് BD bisect angle B യുടെ പകരം ഇവിടെ BD angle D ആവും. രണ്ട് ആംഗിളായി ബൈ A ക്രൈറ്റീരിയ, A സിമിലർ ക്രൈറ്റീരിയ, നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം. ABD ഈസ് സിമിലർ ടു ട്രയാങ്കിൾ CBD ആണെന്ന് പറഞ്ഞു. ഇനി അവർ രണ്ടൊരു സിമിലർ ആണെങ്കിൽ ബൈ CPST, ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി സിമിലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AB ബൈ BD എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈക്വൽ ആംഗിൾ is equal to BC by BD ആണ്. BC by BD ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ABC equal to BC എന്ന് പറയാം. മിസ് ആ മറ്റേ ബൈസെക്ട് ചെയ്യുമ്പോ ആക്ച്വലി എന്താ പറയാ ആംഗിൾ ബിനെ അല്ലേ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണേ? ആംഗിൾ ബിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും, ആംഗിൾ ഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് രണ്ട് ഈക്വൽ ആണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ മിസ് അത് രണ്ടും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. പക്ഷെ ഈ ആംഗിൾ ബിയിലെ ഒരു ഭാഗം എങ്ങനെ ഡി ആയിട്ട് ഈക്വൽ ആവുക? എന്തുവാ? ഇവ രണ്ടും ബൈസെക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ ബൈസെക്ട് ചെയ്യുമ്പോൾ നേരെ പകുതിയായിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. അപ്പൊ ആംഗിൾ ബിനെ തന്നെ രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ രണ്ട് സൈഡ് ഈ ട്രയാങ്കിൾ ഈക്വൽ ആയില്ലേ? അതാണ് പറഞ്ഞത്. സോറി, ഇത് ഇങ്ങനത്തില്ല. ഓക്കെ, ഇതും ഇതുമായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അത് രണ്ടും ഈക്വൽ ആയല്ലേ? അപ്പൊ നമ്മൾ ഈ രണ്ട് ആംഗിൾ കൺസിഡർ ചെയ്തു. അതുപോലെ ഇവിടെ രണ്ട് ആംഗിൾ എടുത്തു, അത് രണ്ടും നമ്മൾ ഈക്വൽ ആണെന്ന് കൺസിഡർ ചെയ്തു. മനസ്സിലായോ? പിന്നെ മിസ് അപ്പൊ മറ്റേ ABD എങ്ങനെ CBD ആയിട്ട് ഈക്വൽ ആവും? ABD എങ്ങനെയാ CBD ആയിട്ട് ഈക്വൽ ആവുക? ABD മാം ഇത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് അല്ലേ വരുന്നത്? ഏത് ABD? ABD മോളെ, അതല്ലേ ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അതല്ലേ പറഞ്ഞത്. അതായത് ഈ ബൈസെക്ടർ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇത് 60 ഡിഗ്രി, എൻറ്റയർലി 60 ഡിഗ്രി ആംഗിൾ ആണ്. ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. ഇത് രണ്ട് ഈക്വൽ ആയില്ലേ? അത്രേ ഉള്ളൂ. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മുമ്പുള്ള ക്വസ്റ്റ്യൻ കാണിക്കോ?
മാം ഇതിനകത്ത് നമുക്ക് AB by AD ഈക്വൽസ് ടു BC by CD എന്ന് എടുത്തൂടെ? നമ്മൾ ഇങ്ങനെ എടുത്തത് കുഴപ്പമുണ്ടോ? നമുക്ക് ആവശ്യം ബിയും എയും കണ്ടുപിടിക്കണം. അപ്പൊ താഴത്തെ വാല്യൂസ് സെയിം ആയാലല്ലേ മേളത്തെ 2 വാല്യൂസ് ഈക്വൽ ആകത്തുള്ളൂ. അതുകൊണ്ട് എടുക്കാം, പക്ഷെ ഇവിടെ ആവശ്യം നമുക്ക് അതായതുകൊണ്ട് അങ്ങനെ എടുത്തു. ഗൗതം, രണ്ട് ഗൗതം കൃഷ്ണയുണ്ടല്ലോ. ഒരു ഗൗതം കൃഷ്ണയുള്ളത് ഏത് ഗൗതം കൃഷ്ണയാണുള്ള അറിയത്തില്ല. റെയ്ഹാൻ, മാം ഈ ക്വസ്റ്റ്യൻ PYQ അല്ലേ? ഈ ക്വസ്റ്റ്യൻ PYQ അല്ലേ? PYQ? അതെ, ഇത് പഴയ PYQ ആണോ? അല്ല, എനിക്ക് ഇതൊരു പഴയൊരു ഇയർ question ഏതാ മാം? എനിക്കൊന്ന് എടുക്കാനാ. എനിക്ക് ഇയർ അറിയില്ല കേട്ടോ, ഞാൻ മറന്നു, കാണാനില്ല. Which concept is based used here? Thales theorem. അതിനൊരു ഡൗട്ട് ഇല്ല നമുക്ക് പറയാം. ഇല്ല, ഇതില് which concept is used? ഫസ്റ്റ് കാര്യങ്ങളൊക്കെ പറയാം. The minister of the state went to Q. PR is equal to ഇത്. സോ നമുക്ക് PQ ഫൈൻഡ് ചെയ്യാനാണ്. എക്സിന്റെ കോൺസെപ്റ്റ് പൈതഗോറസ് തിയറം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത്
ഹൈപ്പോട്ടന്യൂസ് ഇവിടെ തന്നിട്ടുണ്ട് 26 ആണെന്ന്. സോ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to opposite square plus adjacent square. That is equal to 26 square is equal to opposite എന്ന് പറയുമ്പോഴത്തേക്കും 2x-ന്റെ സ്ക്വയർ പ്ലസ് 2 into x plus 7-ന്റെ സ്ക്വയർ. 2x-ന്റെ 676, ഇതിന്റെ 2-ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം, 4-ന്റെ x-ന്റെ സ്ക്വയർ, അപ്പോൾ 4x സ്ക്വയർ. ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4x സ്ക്വയർ 2 into x 2x 4x സ്ക്വയർ പ്ലസ് 14-ന്റെ സ്ക്വയർ. 14-ന്റെ സ്ക്വയർ ആണ് 2 into 7 14-ന്റെ സ്ക്വയർ ആണ്. 14-ന്റെ സ്ക്വയർ എത്രയാണ്? 14-ന്റെ സ്ക്വയർ എത്രയാ? 14 സ്ക്വയർ എനിക്ക് കിട്ടുന്നില്ല. 196 ആണ്. 196 16-ന്റെ ആണ്. 14-ന്റെ 196 തന്നെ. 196 അല്ല, 196 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ ദാറ്റ് ഈസ് 676 minus 196 is equal to 8x square. So that is equal to sorry. ഇവിടെ ഞാൻ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് എഴുതാം. 626, ഇത് 4x സ്ക്വയർ, ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സ്ക്വയർ എടുക്കാം. 2x പ്ലസ് 7-ന്റെ ഹോൾ സ്ക്വയർ. സോ 4x സ്ക്വയർ, അത് നമുക്ക് 2x-ന്റെ സ്ക്വയർ 4x സ്ക്വയർ പ്ലസ് 2ab, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 24. 2 into 7 14, 14 into 28x plus 7 square 49. 14 അല്ലേ അവിടെ വരേണ്ടത്? 2 into x plus 7 അല്ലേ? 14 ആകുമ്പോൾ 196 വന്നു. സോ 626 മൈനസ് 196 എന്ന് പറയുന്നത് 8x സ്ക്വയർ പ്ലസ് 28x, ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെ വരും? ഇക്വേഷൻ വന്നിട്ട് 2x സ്ക്വയർ പ്ലസ് 14x മൈനസ് 120 ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സിംപ്ലിഫൈ ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി സ്ക്വയർ മൈനസ് 4ac വെച്ചിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് 5 എന്ന് വരും. പിന്നെ ആ എക്സിന്റെ വാല്യൂ വെച്ച് ഓരോ വാല്യൂസ് ആയിട്ട് ഫൈൻഡ് ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുക. സോ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ 5 എന്ന് വരും. അത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഓരോ വാല്യൂസ് പുട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം? പി ആറിന്റെ വാല്യൂ കിട്ടും. പി ആറിന്റെ വാല്യൂ പി ആറിന്റെ വാല്യൂ 10 എന്നും ക്യു ആറിന്റെ വാല്യൂ ഇതെന്താ പിന്നെ വെക്കാം, പി ആർ 10 എന്ന് ആർ ക്യു 24 എന്നും കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ 8 ആയിരിക്കും. അങ്ങനെ സോൾവ് ചെയ്യുമ്പോഴാണ് ആൻസർ കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്യാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും 5 എന്ന ആൻസർ വരും. എക്സിന്റെ വാല്യൂ നെഗറ്റീവ് പോസിറ്റീവ് വാല്യൂ വരും. എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് 5 എന്ന് എടുക്കും. അങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ബാക്കി ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നത്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കിൾ ഒരു പിക്ചർ കണ്ടിട്ട് ഇവിടെ ഇട്ടേക്കുവാണ്. But it says a quadratic equation chapter's question. So that's for today. You can leave the class. Thank you, ma'am.